ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും PSC ബേസിക്സിലേക്ക് സ്വാഗതം. ജനുവരി മാസത്തിലെ 2024 ജനുവരി മാസത്തിലെ കറണ്ട് അഫയേഴ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. 2-3 വീഡിയോസ് ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ഒരുമിച്ച് നിങ്ങൾക്ക് PDF ടെലഗ്രാം ചാനലിൽ തരുന്നതാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. ഇതിന്റെ ഡീറ്റെയിൽസ് എല്ലാം താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ആയിട്ടും പിൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇപ്പൊ ക്ലാസ്സിലേക്ക് കടക്കാം. ഇന്ത്യയുടെ ഭരണഘടനാ ശില്പിയായ BR അംബേദ്കറുടെ ലോകത്തെ ഏറ്റവും ഉയരമുള്ള പ്രതിമ സ്ഥാപിച്ചത് എവിടെയാണ്? അപ്പൊ ഇന്ത്യയുടെ ഭരണഘടനാ ശില്പിയാണ് ആര്? BR അംബേദ്കർ. അദ്ദേഹത്തിന്റെ ലോകത്തെ ഏറ്റവും ഉയരമുള്ള പ്രതിമ സ്ഥാപിച്ചത് ആന്ധ്രാപ്രദേശിലെ വിജയവാഡയിലാണ്. 206 അടി ഉയരമാണ് പ്രതിമയുടെ ഉയരം. ഇന്ത്യക്ക് പുറത്ത് ഏറ്റവും വലിയ അംബേദ്കർ പ്രതിമ സ്ഥാപിച്ചത് അമേരിക്കയിലെ മേരിലാൻഡിലാണ്. അത് 2023 സ്ഥാപിക്കപ്പെട്ടത്. അപ്പോ പഠിച്ചു വെക്കുക, ഇന്ത്യയുടെ ഭരണഘടനാ ശില്പിയായ BR അംബേദ്കറുടെ ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള പ്രതിമയാണ് ആന്ധ്രാപ്രദേശില് വിജയവാഡയില് സ്ഥാപിച്ചത്. പ്രതിമയുടെ ഉയരം എത്രയാണ്? 206 അടിയാണ്. ഇനി ഇന്ത്യക്ക് പുറത്ത് ഏറ്റവും വലിയ അംബേദ്കർ പ്രതിമ സ്ഥാപിച്ചത് അമേരിക്കയിലെ മേരിലാൻഡിലാണ്. ഓക്കെ ആണല്ലോ. സ്കൂൾ പാഠപുസ്തകങ്ങളിൽ ഭരണഘടനയുടെ ആമുഖം ഉൾപ്പെടുത്തുന്ന ആദ്യത്തെ സംസ്ഥാനം ഏതാണ്? അത് കേരളമാണ്. സ്കൂൾ പാഠപുസ്തകങ്ങളില് ഭരണഘടനയുടെ ആമുഖം ഉൾപ്പെടുത്തുന്ന ആദ്യത്തെ സംസ്ഥാനമാണ് ഏത്? കേരളം. ഡിജിറ്റൽ സാക്ഷരത കൈവരിക്കുന്ന ഇന്ത്യയിലെ ആദ്യ നഗരസഭ ഏതാണ്? അത് പഠിക്കുന്നതിന് മുന്നേ നമ്മൾ ഏത് ക്വസ്റ്റ്യൻ പഠിക്കണം? 4ാമത്തെ ക്വസ്റ്റ്യൻ ഏത്? സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരത നേടുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ജില്ലയാണ് ഏത്? കൊല്ലം ജില്ല. സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരത നേടുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ജില്ലയാണ് കൊല്ലം ജില്ല. ഈ കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കരയാണ് ഡിജിറ്റൽ സാക്ഷരത കൈവരിക്കുന്ന ഇന്ത്യയിലെ ആദ്യ നഗരസഭ. അപ്പം അത് മറക്കരുത്. ഡിജിറ്റൽ സാക്ഷരത കൈവരിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ നഗരസഭ ഏതാണ്? കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കരയാണ്. സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരത നേടുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ജില്ലയാണ് കൊല്ലം ജില്ല. ഡിജിറ്റൽ സാക്ഷരത നേടിയ നഗരസഭ ഇന്ത്യയിലെ ആദ്യത്തേത് കൊട്ടാരക്കരയാണ്. സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരത നേടുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ജില്ല കൊല്ലമാണ്. സ്കൂൾ വിദ്യാർത്ഥികൾക്ക് കോടതി വ്യവഹാരങ്ങളും വാദപ്രതിവാദങ്ങളും നേരിൽ കണ്ട് മനസ്സിലാക്കാനായുള്ള പദ്ധതിയാണ് സംവാദ. അപ്പൊ സംവാദ എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് സ്കൂൾ വിദ്യാർത്ഥികൾക്ക് കോടതിയെ പറ്റിയിട്ടും കോടതിയിൽ നടക്കുന്ന വാദപ്രതിവാദങ്ങളും നേരിൽ കണ്ട് മനസ്സിലാക്കാനുള്ള പദ്ധതിയാണിത്. ഇത് 9 മുതൽ +2 വരെയുള്ള ക്ലാസ്സുകളിലെ കുട്ടികൾക്കാണ് ഈ ഒരു പദ്ധതി പ്രകാരം ഇത് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ ബുധനാഴ്ചയും ഹൈക്കോടതി സന്ദർശിക്കുന്നതിനുള്ള അവസരം ആർക്ക് നൽകുന്നു? 9 മുതൽ +2 വരെയുള്ള ക്ലാസ്സുകളിലെ കുട്ടികൾക്ക് നൽകുന്നു. ഈ പദ്ധതിയുടെ പേരെന്താണ്? സംവാദ എന്നാണ്. 2024 ലോക സാമ്പത്തിക ഫോറത്തിന്റെ 54ാമത് വാർഷിക സമ്മേളനത്തിന്റെ വേദി ഏതാണ്? 2024 എല്ലാ വർഷവും ലോക സാമ്പത്തിക ഫോറം നടക്കുന്നത് എവിടെയാണ്? ദാവോസിലാണ്. ദാവോസില് ലോക സാമ്പത്തിക ഉച്ചകോടി 54ാമതാണ് നടക്കുന്നത്. ഇത് സ്വിറ്റ്സർലൻഡിലാണ് ദാവോസ്. സാമ്പത്തിക ഉച്ചകോടിയുടെ സ്ഥിരം വേദിയാണ് ഏത്? സ്വിറ്റ്സർലൻഡിലെ ദാവോസ് എന്നത്. ഇന്ത്യയിൽ ആദ്യമായി പാലിയേറ്റീവ് കെയർ നയം പ്രഖ്യാപിച്ച സംസ്ഥാനം ഏത്? കേരളമാണ്. അതായത് നിങ്ങൾക്കറിയാം പാലിയേറ്റീവ് കെയർ എന്ന് വെച്ചാൽ എന്താണ്? അധികമൊന്നും ശുശ്രൂഷയൊന്നും ഇല്ലാത്ത രോഗികൾക്ക് പോയി ഒരു ശുശ്രൂഷ കൊടുക്കുന്ന, അല്ലെങ്കിൽ ഇനി ഒരു ശുശ്രൂഷ എത്തിക്കുന്ന രീതിയാണ് പാലിയേറ്റീവ് കെയർ എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു നയം പ്രഖ്യാപിച്ച ആദ്യത്തെ സംസ്ഥാനമാണ് ഏത്? കേരളം. ചിത്രകലാരംഗത്ത് സമഗ്ര സംഭാവനകൾ നൽകിയ പ്രതിഭകൾക്ക് കേരള സർക്കാർ നൽകുന്ന രാജാ രവിവർമ്മ പുരസ്കാരം 2024 ലഭിച്ച പ്രശസ്ത ചിത്രകാരൻ ആരാണ്? ചിത്രകലാ രംഗത്ത് സമഗ്ര സംഭാവനകൾ നൽകിയ പ്രതിഭകൾക്ക് കേരള സർക്കാർ നൽകുന്ന രാജാ രവിവർമ്മ പുരസ്കാരം 2024 ലഭിച്ചത് ആർക്കാണ്? സുരേന്ദ്രൻ നായർക്കാണ്. 2022 പുരസ്കാരമാണ് പ്രഖ്യാപിച്ചത്. രാജാ രവിവർമ്മ പുരസ്കാരം കിട്ടിയത് ആർക്കാണ്? സുരേന്ദ്രൻ നായർക്കാണ്. അയ്യങ്കാളിയുടെ ജീവിതം പ്രമേയമാക്കി നിർമ്മിക്കുന്ന ചലച്ചിത്രമാണ്
കതിരവൻ. അപ്പൊ കതിരവൻ എന്ന ചലച്ചിത്രം ആരുടെ ജീവിതം പ്രമേയമാക്കി നിർമ്മിക്കുന്ന ചലച്ചിത്രമാണ്? ആരുടേതാണ്? അയ്യങ്കാളിയുടെ ജീവിതം പ്രമേയമാക്കി നിർമ്മിക്കുന്ന ചലച്ചിത്രമാണ് കതിരവൻ. അരുൺ രാജനാണ് സിനിമ സംവിധാനം ചെയ്യുന്നത്. ഇതിന്റെ നായകൻ ആരാണ്? മമ്മൂട്ടിയാണ്. അരുൺ രാജനാണ് ഈ സിനിമ സംവിധാനം ചെയ്യുന്നത്. ഇതിന്റെ നായകൻ മമ്മൂട്ടി, അതായത് അയ്യങ്കാളിയായിട്ട് വരുന്നത് മമ്മൂട്ടിയാണ്. കതിരവനാണ് ചിത്രത്തിന്റെ പേര്. 2024 ജനുവരി 16 100ാമത് ചരമവാർഷികം ആചരിക്കുന്ന മലയാള കവിയാണ് കുമാരനാശാൻ. അതായത് 2024 ജനുവരി 16 എന്താണ് 1924 ഇത് മിസ്റ്റേക്ക് ഉണ്ട്. 1924 ജനുവരി 16 ആലപ്പുഴയിലെ പല്ലനയാറ്റിൽ വെച്ചാണ് ബോട്ട് അപകടത്തിൽ കുമാരനാശാൻ മരിക്കുന്നത്. അങ്ങനെ 2024 ജനുവരി 16 100ാമത് ചരമവാർഷികം ആചരിക്കുന്ന മലയാള കവിയായി ആര്? കുമാരനാശാൻ. ലോകത്തിലെ ആദ്യ സോളാർ വിൻഡ് സംയുക്ത വൈദ്യുത പദ്ധതി നിലവിൽ വരുന്ന സംസ്ഥാനം ഏത്? ഗുജറാത്താണ്. ലോകത്തിലെ ആദ്യ സോളാർ വിൻഡ് സംയുക്ത വൈദ്യുത പദ്ധതി നിലവിൽ വരുന്നത് ഗുജറാത്തിലാണ്. ജാർസുഗുഡ താപവൈദ്യുത പദ്ധതി നിലവിൽ വരുന്ന സംസ്ഥാനം ഏത്? ഒഡീഷയാണ്. ജാർസുഗുഡ ഏതാണ്? ജാർസുഗുഡ, ഒഡീഷ. ജാർസുഗുഡ താപവൈദ്യുത പദ്ധതി നിലവിൽ വരുന്നത് എവിടെയാണ്? ഒഡീഷയിലാണ്. 77ാമത് 2023-24 സന്തോഷ് ട്രോഫി ചാമ്പ്യൻഷിപ്പിന് വേദിയാകുന്നത് അരുണാചൽ പ്രദേശാണ്. 76ാമത് നടന്നത് സൗദി അറേബ്യയിലാണ്. 77ാമത് സന്തോഷ് ട്രോഫി ചാമ്പ്യൻഷിപ്പ് വേദിയാകുന്നത് എവിടെയാണ്? അരുണാചൽ പ്രദേശിലാണ്. മറക്കരുത്, അരുണാചൽ പ്രദേശ്. ഹൈടെക് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഹരിയാനയിലെ കർണാൽ ജില്ലയിലുള്ള പൊട്ടറ്റോ ടെക്നോളജി സെന്റർ വികസിപ്പിച്ച സങ്കരയിനം ഉരുളക്കിഴങ്ങാണ് കുഫ്രി ഉദയ്. ഇവിടെ സ്ഥിരം ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. പൊട്ടറ്റോ ടെക്നോളജി സെന്റർ, ദേശീയ പൊട്ടറ്റോ ടെക്നോളജി സെന്റർ സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഹരിയാനയിലെ കർണാലിലാണ്. ഇവിടെ വികസിപ്പിച്ച സങ്കരയിനം ഉരുളക്കിഴങ്ങാണ് ഏത്? കുഫ്രി ഉദയ്. അപ്പൊ കുഫ്രി ഉദയ് എന്താണെന്ന് ചോദിക്കും. അതെന്താണ്? അത് ഉരുളക്കിഴങ്ങാണ്. ഗുരുവായൂരപ്പൻ ട്രസ്റ്റിന്റെ 2023 53ാമത് ഓടക്കുഴൽ പുരസ്കാര ജേതാവ് ആരാണ്? PN ഗോപികൃഷ്ണനാണ്. PN ഗോപികൃഷ്ണനാണ് ഗുരുവായൂരപ്പൻ ട്രസ്റ്റിന്റെ 2023 53ാമത് ഓടക്കുഴൽ പുരസ്കാരം കിട്ടിയത്. ഏത് കവിതാ സമാഹാരത്തിനാണ് പുരസ്കാരം ലഭിച്ചത്? കവിത മാംസഭോജിയാണ് എന്ന കവിത സമാഹാരത്തിനാണ് പുരസ്കാരം ലഭിച്ചത് PN ഗോപികൃഷ്ണന്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ്, അടുത്ത ചോദ്യം പറയുന്നതിന് മുന്നേ നിങ്ങൾ ആരും SCERT കവർ ചെയ്തിട്ടില്ല എങ്കിൽ SCERT LGS ലെവലായാലും LDC ലെവലായാലും LP UP ലെവലായാലും നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ക്ലാസ്സുകൾ നമ്മുടെ PSC ബേസിക്സിന്റെ ആപ്പിൽ അവൈലബിൾ ആണ്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അതിനു വേണ്ടിയിട്ട് PSC ബേസിക്സിന്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക, കോഴ്സിൽ ജോയിൻ ചെയ്യുക. ഓരോ ഇതിൻ്റെയും ആവശ്യമായിട്ടുള്ള സിലബസ് അനുസരിച്ചിട്ടുള്ള SCERT NCERT ചാപ്റ്റേഴ്സുകൾ ഉൾപ്പെടുത്തിയിട്ടുള്ള കോഴ്സുകളാണ്. താല്പര്യമുള്ളവർക്ക് എടുക്കാവുന്നതാണ്. ഓക്കെ, ക്ലാസ്സിലേക്ക് കിടക്കാം. സംസ്ഥാനത്ത് ആദ്യമായി ഓൺലൈൻ ഗ്രാമസഭ സംഘടിപ്പിച്ച പഞ്ചായത്ത് ഏത്? സംസ്ഥാനത്ത് ആദ്യമായി ഓൺലൈൻ ഗ്രാമസഭ സംഘടിപ്പിച്ചത് തിരുവനന്തപുരം ജില്ലയിലെ മലയിൻകീഴിലാണ്. മലയിൻകീഴിലാണ് സംസ്ഥാനത്ത് ആദ്യമായിട്ട് ഓൺലൈൻ ഗ്രാമസഭ സംഘടിപ്പിച്ചത്. 2023 AFC ഏഷ്യൻ കപ്പ് ഫുട്ബോളിന് വേദിയാകുന്ന രാജ്യം ഏത്? ഏതാണ്? 2023 AFC ഏഷ്യൻ കപ്പ് ഫുട്ബോളിന് വേദിയാകുന്നത് ഖത്തറാണ്. ഖത്തർ. സംസ്ഥാന സർക്കാരിന്റെ 2021 സ്വാതി സംഗീത പുരസ്കാരം ലഭിച്ചത് പ്രമുഖ കർണാടക സംഗീതജ്ഞനായ PR കുമാര കേരളവർമ്മയ്ക്കാണ്. 2021 സ്വാതി സംഗീത പുരസ്കാരമാണ് PR കുമാര കേരളവർമ്മയ്ക്ക് ലഭിച്ചത്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞത് ആരാണ്? PN ഗോപികൃഷ്ണനാണ്. മറക്കരുത്, ഓടക്കുഴൽ പുരസ്കാരമാണ് കിട്ടിയത്. കവിത മാംസഭോജിയാണ് എന്നതിനാണ് ആ പുരസ്കാരം ലഭിച്ചത്. ഇപ്പൊ പറഞ്ഞത് എന്താണ്? 2021 സ്വാതി സംഗീത പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? അത് PR കുമാര കേരളവർമ്മയ്ക്കാണ്. 62ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ കിരീടം നേടിയത്
കണ്ണൂർ ജില്ലയാണ്. കണ്ണൂർ ജില്ലയ്ക്കാണ് 1ാം സ്ഥാനം കിട്ടിയത്. വേദിയായത് കൊല്ലമാണ്. 2ാം സ്ഥാനം കിട്ടിയത് കോഴിക്കോട്. 3ാം സ്ഥാനം പാലക്കാട്. അപ്പോൾ കൊല്ലം വേദിയായിരുന്നു സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്. കണ്ണൂരിനാണ് കിരീടം അടിച്ചത്. കോഴിക്കോട് 2ാം സ്ഥാനം. 3ാം സ്ഥാനം പാലക്കാട്. ഇന്ത്യയിൽ ആദ്യമായി GST വകുപ്പ് പുനഃസംഘടിപ്പിച്ച സംസ്ഥാനം ഏതാണ്? അത് കേരളമാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് GST വകുപ്പ് പുനഃസംഘടിപ്പിച്ച സംസ്ഥാനം കേരളമാണ്. 19ാമത് ചേരിചേര എന്താണ്? നോൺ അലൈൻ മൂവ്മെന്റ് അല്ലെ? ചേരിചേര സമ്മേളനത്തിന് വേദിയാകുന്നത് എവിടെയാണ്? 19ാമത് ഉഗാണ്ടയിലാണ്. ഉഗാണ്ടയുടെ തലസ്ഥാനം എവിടെയാണ്? കമ്പാലയാണ്. ഈ കമ്പാലയിലാണ് ചേരിചേര സമ്മേളനം നടക്കുന്നത്. 19ാമത് ചേരിചേര സമ്മേളനമാണ് 2024 ഉഗാണ്ടയിലെ കമ്പാലയിൽ വെച്ച് നടക്കുന്നത്. ഇന്ത്യയിലെ ആദ്യ ഡാർക്ക് സ്കൈ റിസർവ് പാർക്ക് എവിടെയാണ്? മഹാരാഷ്ട്രയിലെ പെഞ്ച് കടുവ റിസർവ് പാർക്കിലാണ്. പെഞ്ച് കടുവ റിസർവ് പാർക്കിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഡാർക്ക് സ്കൈ റിസർവ് പാർക്ക് വരുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ ഡാർക്ക് സ്കൈ റിസർവ് കേന്ദ്രമായിട്ട് വരുന്നത്, പാർക്കല്ല, കേന്ദ്രമായിട്ട് വരുന്നത് ഹാൻലെ ആണ്. അത് ലഡാക്കിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഡാർക്ക് സ്കൈ റിസർവ് കേന്ദ്രം ലഡാക്കിലെ ഹാൻലെയും ഇന്ത്യയിലെ ആദ്യ ഡാർക്ക് സ്കൈ റിസർവ് പാർക്ക് പെഞ്ച് കടുവ റിസർവ് പാർക്ക് മഹാരാഷ്ട്രയുമാണ്. ജമ്മു കാശ്മീരിൽ ആക്രമണം നടത്തുന്ന ഭീകരർക്കെതിരെ ഇന്ത്യൻ കരസേന ആരംഭിച്ച സൈനിക നീക്കം ഏതാണ്? ഓപ്പറേഷൻ സർവശക്തിയാണ്. അപ്പോൾ സൈനികരുടെ സർവശക്തിയും എടുത്തിട്ടാണ് ജമ്മു കാശ്മീരിൽ ആക്രമണം നടത്തുന്ന ഭീകരർക്കെതിരെ ഇന്ത്യൻ കരസേന എന്ത് ചെയ്യുന്നത്? സൈനിക നീക്കം നടത്തിയത്. ഇതിന്റെ പേരെന്താണ്? ഓപ്പറേഷൻ സർവശക്തി എന്നാണ്. 2023 ഫിഫയുടെ മികച്ച പുരുഷ താരമായി തെരഞ്ഞെടുക്കപ്പെട്ടത് ലയണൽ മെസ്സിയാണ്. മറക്കരുത്, ലയണൽ മെസ്സിയാണ് 2023 ഫിഫയുടെ മികച്ച പുരുഷ താരമായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടത്. അപ്പോൾ ഇത്രയാണ് ഇന്ന് പഠിക്കാനുള്ളത്. ഇനിയും ഇതിന്റെ ഭാഗങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ കൂടുതൽ വീഡിയോസിന് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. നോട്ട്സുകൾ ലഭിക്കുന്നതാണ്. അത് മാത്രമല്ല, നിങ്ങൾക്ക് SCERT NCERT ക്ലാസ്സുകൾക്ക് വേണ്ടിയിട്ട് PSC ബേസിക്സിന്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കോഴ്സ് എടുക്കുക. അപ്പം എല്ലാവർക്കും താങ്ക് യു.